ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് സാറ്റിൻ റിബൺ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കി നോക്കാം. അതായത് ഹെയർ ആക്സസറീസ് ആയ അതായത് ഹെയർ ക്ലിപ്പിലും ഹെയർ ബാൻഡിലും ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഇത് മേക്ക് ചെയ്യാൻ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്ലവറാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടത് സാറ്റിൻ റിബൺ വേണം. പിന്നെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടി ലൈറ്ററൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊന്ന് കോർത്തെടുക്കാൻ വേണ്ടി ത്രെഡ് വേണം. അപ്പോൾ നമ്മൾ ഇതിനെ ഈ ഒരു സാറ്റിൻ റിബൺ വന്നിട്ട് 2 സെൻറ്റിമീറ്റർ വിഡ്ത്തും 7.5 സെൻറ്റിമീറ്റർ ലെങ്ത്തും ആണ് കേട്ടോ. ഇതുപോലെയുള്ള 9 പീസുകൾ നമുക്ക് ആവശ്യമുണ്ട് ഒരു ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിന് നിങ്ങളെടുത്ത് അതായത് 2 സെൻറ്റിമീറ്റർ ലെങ്ത്ത് അല്ലെങ്കിൽ എത്രയാണോ ഉള്ളതെന്ന് വെച്ചാൽ അതെടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ 9 പീസുകളായിട്ട് ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 9 പീസുകളും ഇതുപോലെ ഇതിൻ്റെ സൈഡ് ഭാഗ്യമൊന്ന് ഉരുക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മേക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ മേക്ക് ചെയ്യാൻ സിമ്പിളാണ്. ഇതുപോലെ മിഡിൽ ഭാഗത്തൂടെ ഒന്ന് മടക്കിയതിന് ശേഷം ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടുമായിട്ട് ഒരു ചെറിയൊരു ഫോൾഡ് കൊടുക്കണം. കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് മടക്കണം. എന്നിട്ട് ഇങ്ങനെ ഒരു ഫോൾഡുകൾ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ലൈറ്റർ വെച്ചിട്ട് ഈ ഒരു എൻഡ് ഭാഗം ഒന്ന് ഉരുക്കിയെടുക്കണം. അതുപോലെ നമ്മൾ എല്ലാ പീസുകളും ഒന്ന് മേക്ക് ചെയ്തെടുക്കണം കേട്ടോ. 9 പീസുകളായിട്ടൊന്ന് മേക്ക് ചെയ്തെടുക്കണം. ലൈറ്റർ വെച്ച് ഉരിക്കുമ്പോൾ തന്നെ അത് അവിടെ ഇങ്ങനെ തന്നെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. പിന്നെ നമുക്ക് ഒന്ന് ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മാത്രം മതി. ആ 2 സൈഡ് ഭാഗവും എല്ലാ ഭാഗവും ഒന്ന് അതിൻ്റെ ഉരുക്കിയെടുക്കുമ്പോൾ അതിൽ എന്താ പറയുക ഇളകി പോകാതെ നോക്കണം. ഇളകി കഴിയുമ്പോൾ നമുക്കൊരു ഭംഗി കിട്ടില്ലല്ലോ. ഒരു ഭാഗം മാത്രം ഇളകി കഴിയുമ്പോൾ നമുക്കൊരു ഭംഗി കിട്ടില്ല. അപ്പോൾ 2 ഭാഗവും മടക്കി കഴിഞ്ഞാൽ നല്ല രീതിയിലൊന്ന് ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് വെക്കണം കേട്ടോ. ഉരുക്കിയിട്ട് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി സൂചി നൂല് ഉപയോഗിച്ചിട്ടൊന്ന് കോർത്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ 9 പീസുകളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ത്രെഡും നീഡിലും വെച്ചിട്ടൊന്ന് കോർത്തെടുത്തിട്ട് ടൈ ചെയ്ത് വെക്കണം. ഒരു സർക്കിൾ ഷേപ്പിലായിട്ട് വെച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് കൂട്ടി യോജിപ്പിച്ച് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ എന്താ പറയുക സെൻറ്ററിലോട്ടായിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ സെൻറ്ററിലൊരു ബട്ടണോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി അപ്പോൾ ഇങ്ങനെ ഒന്ന് ഈ 2 എൻഡുകളൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് തന്നെ ചെയ്തെടുക്കണം. കുറച്ചൊരു പെർഫെക്ഷൻ തോന്നണം. ടൈറ്റായിട്ട് ചെയ്യുമ്പോഴേ ഒരു ഗ്യാപ്പ് വരാത്ത രീതിയിൽ ചെയ്തെടുക്കണം. അപ്പോൾ മാത്രമേ അതിൻ്റെ ഒരു പെർഫെക്ഷൻ തോന്നും കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഒരു സ്റ്റോൺ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു നല്ലൊരു വൈറ്റ് കളറിലുള്ളൊരു സ്റ്റോണാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ബട്ടൺ ആണെങ്കിൽ ബട്ടൺ, അല്ലെങ്കിൽ എന്താണ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതുപോലെ ഉള്ള എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്തിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലൊരു സ്റ്റോൺ വെച്ചിട്ട് ഇതുപോലെ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ഡിസൈനും കൂടി ചെയ്ത് നോക്കാം. ഈ ഒരു ഫ്ലവറിൽ തന്നെ വേറെ നമുക്കൊരു അതായത് ഡിസൈൻ വെച്ചിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് വേറൊരു ക്ലിപ്പ് കൂടി മേക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ചെയ്താലും നല്ല ഒരു ഭംഗിയുള്ള ഹെയർ ക്ലിപ്പ് നമുക്ക് കിട്ടും. ക്ലിപ്പാണെങ്കിലും ഹെയർ ബാൻഡ് ആണെങ്കിലും. നെക്സ്റ്റ് വന്നിട്ട് ഞാനൊരു ഡാർക്ക് പിങ്ക് കളറും ഒരു ലൈറ്റ് പീച്ച് കളറുള്ള റിബൺസാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു റിബൺ വരുന്നത് പീച്ച് കളർ റിബൺ വരുന്നത് ഒരു 1 സെൻറ്റിമീറ്ററും മറ്റേത് ഡാർക്ക് പിങ്ക് വരുന്നത് 2 സെൻറ്റിമീറ്റർ, അതായത് 2 സെൻറ്റിമീറ്റർ വിഡ്ത്തിലുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമുക്ക് ഇതുപോലെയുള്ള പെറ്റൽസാണ് മേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 9 പെറ്റൽസ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫ്ലവറിൽ ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഓരോ പെറ്റൽസിൻ്റെ മുകളിലോട്ടും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി വെച്ച് കൊടുക്കണം. അതിന് ഇപ്പോഴും നമുക്കിനി ഇതുപോലെ ഈ 2 റിബൺസിനെയും 9 പീസുകൾ, അതായത് ടോട്ടൽ 18 പീസുകളാക്കിയിട്ട് എടുക്കണം. നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാനപ്പോൾ ഈ ഒരു ഡാർക്ക് പിങ്ക് കളറ് വരുന്നത് 6.5 സെൻറ്റിമീറ്റർ ലെങ്ത്ത്, വിഡ്ത്ത് 2 സെൻറ്റിമീറ്റർ. പീച്ച് കളർ വരുന്നത് 5.5 സെൻറ്റിമീറ്റർ ലെങ്ത്ത്, 1 സെൻറ്റിമീറ്റർ വിഡ്ത്തുമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം. ഫോൾഡ് ചെയ്യാൻ വേണ്ടി ആദ്യം ഈ ഒരു പീച്ച് കളറിനെ നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒറ്റൊരു ഫോൾഡ് മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് ഈ പിങ്ക് കളറ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മിഡിലൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മിഡിൽ ഭാഗത്തോട്ട് ഈ ഒരു പീച്ച് കളർ വെക്കണം. എന്നിട്ട് മറ്റേ 2 ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ചെറിയ ഫോൾഡ് കൂടി കൊടുക്കണം. ഇതുപോലെ ഒന്ന് 2 ഭാഗമായിട്ട്
ഫോൾഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളൊന്ന് ആ എൻഡ് ഭാഗം ഒന്ന് ഉരുക്കിയെടുക്കണം. മനസ്സിലായില്ലേ? ഇതുപോലെ നമുക്ക് 9 പീസുകൾ ചെയ്തെടുക്കണം. അപ്പോൾ എൻഡ് ഭാഗം ഉരുക്കുമ്പോൾ ഒരു ഭാഗം ഇളകി പോവാതെ തന്നെ നമുക്ക് കുറച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉരുക്കിയെടുക്കാൻ നോക്കണം കേട്ടോ. ഞാൻ അപ്പോൾ ഇതുപോലെ 9 പീസുകൾ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പെറ്റലിൻ്റെ മുകളിലും ഈ നമ്മളിപ്പോൾ ചെയ്തെടുത്തിരിക്കുന്നത് ഒട്ടിച്ച് വെക്കണം. നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടും കൊടുക്കാം കേട്ടോ. പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ഓൾറെഡി ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്ത് കഴിഞ്ഞതല്ലേ, ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഭംഗി കാണില്ല. നേരത്തെ ചെയ്തതുപോലെ റണ്ണിങ് സ്റ്റിച്ചിൽ കോർത്തെടുത്ത് കൊടുക്കുമ്പോൾ ഓരോന്നിൻ്റെയും പൊസിഷൻ മാറിപ്പോവല്ലോ. അപ്പോൾ അതിനേക്കാളും ബെറ്റർ നമുക്ക് ഒട്ടിച്ച് കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തുന്നി കൊടുക്കണം. അപ്പോൾ അങ്ങനെയും ചെയ്യാം. മൊത്തത്തിൽ നമ്മൾ തുന്നിയെടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നും ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ പെറ്റൽസ് ഓരോന്നിൻ്റെ മുകളിലോട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിലൊരു ബട്ടൺ കൂടി ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഗ്ലൂ ആയത് കാരണം കുറച്ച് സമയം എടുക്കുമല്ലോ ഒട്ടി കിട്ടാൻ. അപ്പോൾ ഓരോന്ന് ഇളകി വരുന്നത് പോലെ തോന്നും നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെവലാക്കി ഒന്നുകൂടി അമർത്തി വെച്ച് കൊടുക്കുമ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഷേപ്പിൽ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലവർ മേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പിറകിൽ ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ട് ഗ്ലൂ ഹെയർ ബാൻഡിലാണെങ്കിലോ ക്ലിപ്പിലാണെങ്കിലോ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ മുന്നിലത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്യണമെന്നൊക്കെ. അതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യാന്നുള്ളതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് മേക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്ലവറാണ്. അധികം മേക്കിംഗ് ചാർജ് ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇന്ന് ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോയിൽ. കാരണം എൻ്റെ മോളുടെ സ്കൂളിലെ ആനുവൽ ഡേ ആണ്. അപ്പോൾ ആഫ്റ്റർനൂൺ എനിക്ക് ആ ഒരു പ്രോഗ്രാമിന് പോകാനുള്ളതാണ്. അപ്പോൾ ചെറിയൊരു സമയം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നല്ലൊരു ഫ്ലവറും എന്തെങ്കിലും ഒരു പുതിയൊരു ഹെയർ ആക്സസറീസ് ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്